ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനുള്ള കാത്തിരിപ്പാണ്. കുറേ ദിവസമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു, അങ്ങനെ ലാസ്റ്റ് എത്തിപ്പെട്ടു. എന്നും കാണിക്കാറില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീതും പാച്ചും രോഹിത് ചാനൊക്കെയാണ്. പാടെ ചായ കുടിച്ച് കുറച്ച് ആദിത്യ മര്യാദ നീരവ് കാണിക്കാറ് കേട്ടോ. ബോയുടെ പരസ്യത്തിൽ കാണിക്കണ പോലെ ഹാൻഡ് വാഷ് കയ്യിൽ കൊടുത്ത് കഴുകിക്കോ പറഞ്ഞ് കുറച്ചു നേരം കൈ കഴുകിപ്പിച്ച് പിന്നെ ഒരു ഭയങ്കര കളിയായിട്ട് ഞാനും നീതും മാച്ചിങ്ങിന് ഡ്രസ്സൊക്കെ മാറി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആവുകയാണ്. റിംഗ് ലൈറ്റ് ഒക്കെ ഇട്ട് പോസ് ചെയ്തെങ്കിലും ഫോട്ടോ അത്രയ്ക്ക് പിടിച്ചില്ല ഞങ്ങക്ക്. ചുമ്മാ റെഡി ചെയ്തല്ല കേട്ടോ, നമ്മുടെ തൊട്ടടുത്തുള്ള നീള ബോട്ട് ക്ലബിക്കാണ് നമ്മളിപ്പോ പോണത്. ഇതൊക്കെ സാധനമാണെങ്കിലും എന്റെ സനേഷേട്ട ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. സനേഷന്റെ നാട്ടിലെ ഒരു സംഭവം ഞാനാണ് സനേഷനെ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. എന്തായാലും നമ്മുടെ പവർ അങ്ങനെ കഥകളിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴേ അവിടെ ഒരു കുഞ്ഞി കുട്ടീനാണ്. ആ കുട്ടീനെ ഇഹുവിന്റെ ചായ ഉണ്ടെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് കേറിട്ടോ. അങ്ങനെ ദാ നമ്മുടെ പാർക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ പാർക്കിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറെ ആരും ഉണ്ടായില്ല. കാലിയായിരിക്കണം ഊഞ്ഞാലില് സനേഷേട്ടൻ കേറി കുറച്ചു നേരം ഒന്ന് ആടി. പിന്നെ ഇതിന്റെ എങ്ങനെ ഇറങ്ങുന്നായിരുന്നു നമ്മുടെ ആലോചന. ഇടയിൽ നമ്മളൊന്ന് സെൽഫി എടുക്കാൻ നോക്കിയതാണ്. ദാ സാധനം എനിക്ക് ഇത്തിരി ഇഷ്ടായിട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങൾ രണ്ട് നീതുമാരും മാച്ചിങ് ആയില്ലേ. പിന്നെ ദാ നമ്മൾ ഈ ചാടണ സംഭവത്തിൽ കുറച്ചു നേരം പിള്ളേരെ ചാടിപ്പിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറെ നേരം നിന്ന് ചിരിച്ചു. ലാസ്റ്റ് പാച്ചു ഇത്തിരി സീരിയസ് ആയിപ്പോ നമ്മൾ ഇറങ്ങി. പിന്നെ ഈ ഒഴുകണ സാധനത്തിലായിട്ടോ കളി. ഇടയ്ക്ക് വന്നു പോയോണ്ട് നല്ല പോലെ ചളി ഉണ്ടായിരുന്നു ഈ സംഭവത്തില്. നീരവന്റെ വെള്ള ട്രൗസർ വേറെ കളറായി പോയി ഒഴുകി. പിന്നെ നമ്മുടെ സംസാരം ഇതെങ്ങനെ വെളുപ്പിക്കാന്നൊക്കെ ആയിരുന്നേ. ആ 1 2 3 4 കഴിയുമ്പോഴേക്ക് നല്ലൊരു മഴ പെയ്തു കേട്ടോ. നമ്മൾ ഓടി അവിടെ കിസ്മീസിലൊന്ന് കയറി കുറച്ചു നേരം ചായ കുടിച്ചിട്ടാവാന്ന് വിചാരിച്ചു. ഇത്രയും അടിപൊളി സ്ഥലം നമ്മുടെ ചെറുതുരുത്തിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അതൊക്കെ ഇവരോട് ഇരുന്ന് പറഞ്ഞു, നമ്മുടെ കോലഴിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം വന്ന് പെട്ടിട്ടില്ല. കുറയാത്തോണ്ട് ഒരു 6:30 ഇപ്പൊ വീട്ടിലെത്തിപ്പെട്ടു കേട്ടോ. കുറച്ചു നേരം ഇരുന്നിട്ട് അവര് പോയി നമ്മള് ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.